നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ജ്ഞാനം തരുന്ന ഗുരു ഭഗവാൻ. ഈ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത് ഡോക്ടർ കെ രാജഗോപാലൻ അയ്യർ, വീനസ് ആസ്ട്രോ റിസർച്ച് സെന്റർ, വാഴപ്പള്ളി, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9249769094. സൗരയൂഥത്തിലെ ഗ്രഹമാണ് വ്യാഴം. സൂര്യനിൽ നിന്നുള്ള ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ 5ാമത്തെ ഗ്രഹമാണ് വ്യാഴം. ഈ ഗ്രഹം സൂര്യനിൽ നിന്ന് ഉദ്ദേശം 780 ദശലക്ഷം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്നു. സൂര്യനും വ്യാഴത്തിനും ഇടയ്ക്കുള്ള ദൂരം ഉദ്ദേശം 48,30,000 മൈലുകളാകും. വ്യാഴം ഭൂമിക്ക് ഒരു സമയത്തിൽ 36,70,000 മൈലുകൾ അടുത്ത് വരുന്നു. ഒരു സമയത്തിൽ 60 ലക്ഷം മൈലുകൾ ദൂരത്തിൽ പോയി വരാനുള്ള ദൂരമാകും. ഗുരു 9 മണി 50 മിനിറ്റ് സമയമെടുത്ത് ഒരു ചുറ്റ് തന്നെത്താനെ ചുറ്റി വരുന്നു. ഗുരു 12 വർഷത്തിലൊരിക്കലാണ് സൂര്യനെ ചുറ്റി വരുന്നത്. വ്യാഴത്തിന് എല്ലാ ഗ്രഹങ്ങളെക്കാളും സമസ്ത ദോഷങ്ങളെയും മാറ്റി സൽസ്വഭാവങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള നല്ല ശക്തിയുണ്ട്. ഗുരു ഭഗവാൻ ലഗ്നത്തിലോ അല്ലെങ്കിൽ കേന്ദ്രങ്ങളിലോ ത്രികോണങ്ങളിലോ നിന്നാൽ ആയുഷ്കാലം മുഴുവനും സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ഗുരു ഭഗവാൻ ലഗ്നകേന്ദ്രമായ 1, 4, 7, 10കളിൽ വന്നാൽ ആയുഷ് ദീർഘമുണ്ടാവും. പക്ഷേ വ്യാഴവും ബുധനും കേന്ദ്രാധിപത്യ ദോഷമുള്ള ഗ്രഹങ്ങളാണ്. ഗുരു ഒരു പ്രാവശ്യം രാശിമണ്ഡലം ചുറ്റി വരാൻ ഉദ്ദേശം 12 കൊല്ലമെടുക്കുന്നു. ഇതിനെ പൂർവികർ ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നു. ഗുരുവിന് ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് മാറുവാൻ 1 വർഷമാകുന്നു. ഗുരുവിൻ്റെ നക്ഷത്രങ്ങൾ പുണർദം, വിശാഖം, പൂരുരുട്ടാതി എന്നിവയാകുന്നു. ഗുരുവിൻ്റെ സ്വന്തം വീട് ധനുർരാശിയും മീനരാശിയുമാകുന്നു. ധനുരാശി മൂലത്രികോണ രാശിയാണെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു. ഗുരു കർക്കിടക രാശിയിൽ ഉച്ചനായിത്തീരുന്നു. മകരരാശിയിൽ നീചനുമാകുന്നു. ഗുരു നോക്കുന്നിടത്തെല്ലാം 1 കോടി പുണ്യമാണെന്നാണ് ജ്യോതിഷശാസ്ത്രം പറയുന്നത്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, കേതു എന്നീ ഗ്രഹങ്ങൾ ഗുരുവിൻ്റെ സ്നേഹഗ്രഹങ്ങളാണ്. ശുക്രൻ, ശനി, രാഹു ഈ ഗ്രഹങ്ങളോട് ഗുരു ചേരുമ്പോൾ ചില തിന്മയായ ഫലങ്ങൾ ഉണ്ടാകും. ഗുരു 5, 7, 9 ഇടങ്ങളിൽ നോക്കുന്നുണ്ട്. അതിൽ 5, 9 ഇടങ്ങളിൽ വിശേഷ നോട്ടവുമുണ്ട്. ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളെ ഗുരുവിൻ്റെ ശത്രുഗ്രഹമായിട്ട് ജ്യോതിശാസ്ത്രം പറയുന്നു. ഗുരു ഭഗവാൻ അദ്ദേഹത്തിന് തുല്യമായ ഫലത്തെ ശനി ഭഗവാൻ നൽകുന്നതാണ്. ഗുരു ഭഗവാൻ ധനകാരകനും പുത്രകാരകനുമാണെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു. ഗുരു ഭഗവാൻ ഒരു ജാതകത്തിൽ നല്ല സ്ഥാനത്തുണ്ടെങ്കിൽ ആ ജാതകന് ദേഹാരോഗ്യം, പുത്രഭാഗ്യം, കുടുംബസുഖം, നല്ല സുഹൃത്തുക്കൾ, നല്ല ബുദ്ധി, നല്ല യുക്തി, നല്ല പുത്രൻ, നല്ല ബന്ധുക്കൾ, വേദങ്ങളിൽ അറിവുള്ളവൻ, ഉയർന്ന ന്യായാധിപൻ എന്നീ നിലകളിൽ ഉന്നത പദവിയും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടാകും. ഗുരുവിൻ്റെ ദേവൻ ബ്രഹ്മാവാണ്. ഗുരു ഭഗവാൻ സത്വഗുണമുള്ളവനാണ്. എല്ലാ കാര്യങ്ങൾക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഗുരു ഭഗവാൻ സത്യമല്ലാത്ത കാര്യങ്ങളിൽ അനുകൂലിക്കുകയില്ല. സത്യമേവേ ജയതേ. ഗുരു ഭഗവാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ എന്തിനേയും നിശിതമായി വിമർശിക്കുന്ന സ്വഭാവമുള്ളവനാണ്. വിരോധമായ പ്രവൃത്തിയോട് വളരെ കഠിനമായി പ്രതികാരം ചെയ്യുകയും ചെയ്യും. ജാതകത്തിൽ ഇദ്ദേഹം വിരോധ സ്ഥാനത്തിലിരുന്നാൽ കഴുത്തിലുണ്ടാകുന്ന മുഴ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അധിക ദാഹം, കാലിലുണ്ടാകുന്ന ആണിരോഗം, രക്തസംബന്ധമായ രോഗം, ഹൃദയ സംബന്ധമായ രോഗം, ആസ്മ തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്ത്രീകളുടെ ജാതകത്തിൽ ഗുരു ഭഗവാൻ ചീത്തരാശിയിലുണ്ടായാൽ ഗർഭാശയ സംബന്ധമായ രോഗങ്ങളോ, വൃക്ക സംബന്ധമായ രോഗങ്ങളോ, വാദസംബന്ധമായ രോഗങ്ങളോ, തലക്കറക്കം പോലുള്ള രോഗങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഗുരു ഭഗവാൻ നല്ല രാശികളിലുണ്ടെങ്കിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായും തൻ്റെ മക്കളെ അറിവുള്ളവരാക്കി മാറ്റാൻ ശ്രമം ചെയ്യുന്നവരുമായിരിക്കും. ഗുരുവിൻ്റെ കാരകഗുണങ്ങൾ എന്ന് ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും മറ്റും പറയുന്ന വിവരങ്ങൾ തുടർന്ന് വിവരിക്കുന്നവരെയാണ്. മംഗളകരമായ കാര്യങ്ങൾ, ധർമ്മം, സുഖം, കീർത്തി, വേദശാസ്ത്രം, പഠിക്കുക, പഠിപ്പിക്കുക, നാട്, നഗരം, വാഹനം, പീഠം, കട്ടിൽ, സ്വർണം, ധനം, ധാന്യം, നെൽപ്പുര, സന്താനഭാഗ്യം, ദാനം, ധർമ്മം, ജ്ഞാനം, ശരീരാരോഗ്യം, ഉപദേശം, ശ്രുതി, സ്മൃതി, സർക്കാർ അനുകൂലം, സത്വഗുണം, വെള്ളി, മധുരം, ആന, കുതിര, രാജാവ്, മന്ത്രി, പൂജാരി, വിവാഹം, ദീർഘദൃഷ്ടി, ദയ, കരുണ, ശുദ്ധം, വിദ്യ, സത്യമായ കാര്യങ്ങളിൽ ഇടപെടുക, വേദാന്തികൾ, ധനവാൻ, വക്കീലന്മാർ, രാജമുദ്രകൾ, കുട, രസം, ഉപ്പ്, മെഴുക്, ഉന്നത അറിവ്, ആത്മീയം, ക്ഷേത്രങ്ങൾ, ക്ഷേത്രപൂജാരി, ശാസ്ത്രജ്ഞന്മാർ, ന്യായാധിപന്മാർ, ജ്യോതിഷം, മറ്റ് വേദശാസ്ത്രജ്ഞാനം, മഞ്ഞ നിറം, സ്വർണം, പുക്ഷരാഗക്കല്ല്, വടക്ക് കിഴക്ക് ദിക്ക്, ഇതിൻ്റെ എല്ലാം കാരകൻ വ്യാഴമാണ്. ഗുരു ഭഗവാൻ ഒരു ജാതകന് ഗോചരപ്പടി
നന്മകൾ ചെയ്യുന്ന രാശികൾ 2, 5, 6, 7, 9, 11 എന്നിവയാണ്. ഗുരുഭഗവാൻ ഒരു ജാതകന് ഗോചരപ്പടി തിന്മകൾ ചെയ്യുന്ന രാശികൾ 1, 3, 4, 8, 10, 12 എന്നിവയാണ്. ധനുരാശിക്ക് പാപഗ്രഹം ശുക്രനാകുന്നു. മാരകൻ ശുക്രൻ, ബുധൻ ശനി ശുഭഗ്രഹം, ചൊവ്വ സൂര്യൻ യോഗം ചെയ്യുന്ന ഗ്രഹം. സൂര്യൻ ബുധൻ മീനരാശിക്ക് പാപഗ്രഹങ്ങളായി വരുന്നു. എന്നാൽ മീനരാശിക്ക് ശനി, ശുക്രൻ, ബുധൻ എന്നിവ മാരകന്മാർ കൂടിയാണ്. ശുഭഗ്രഹം എന്നാൽ ചൊവ്വയാണ്. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ. ധനുരാശി തുടയെ സൂചിപ്പിക്കുന്നു, മീനരാശി കാൽപാദങ്ങൾ. മനുഷ്യൻ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തി. ധനുരാശി രാത്രിയിൽ, മീനരാശി പകലിൽ. ലിംഗനിർണയം പറയുകയാണെങ്കിൽ ധനുരാശി ആൺരാശിയും മീനരാശി പെൺരാശിയുമാണ്. ഗുരുവിൻ്റെ രൂപം: പൊക്കമുള്ളവർ, ലിംഗം ആണ്, നിറം മഞ്ഞ, ഗുണം ശാന്തം. ഇദ്ദേഹത്തിന് പൂജിക്കാനുള്ള പൂവ് മുല്ലയാണ്. രത്നം പുഷ്യരാഗമാണ്. ഹോമത്തിന് അരശാണ് ഉപയോഗിക്കേണ്ടത്. ദിക്കാണെങ്കിൽ വടക്ക് ദിക്കാണ്. വാഹനം ആനയാണ്. ആസനരൂപം ദീർഘചതുരമാണ്. ധാന്യം കടലയാണ്. ലോഹം സ്വർണമാണ്. രോഗം വാദസംബന്ധമായ രോഗം. സ്വാദ് മധുരസ്വാദാണ്. കാരകം പുത്രകാരകത്വം. ഇടം പണപ്പെട്ടി. വസ്ത്രം മഞ്ഞപ്പട്ട്. സ്വന്തം വീട് ധനുർ, മീനം എന്നിവ. ഉച്ചരാശി കർക്കടകം, നീചരാശി മകരം. മൂലത്രികോണ രാശി ധനു. ഗുരുഭഗവാൻ മറ്റ് ഗ്രഹങ്ങളുമായി ചേരുമ്പോൾ തൻ്റെ നല്ല ദൃഷ്ടി കൊണ്ട് മറ്റ് ഗ്രഹങ്ങളെ നല്ലവനാക്കുന്നു. ഇത് കാരണം കൊണ്ടാണ് ഗുരുവിനെ ദേവഗുരു എന്ന് പറയുന്നത്. ഗുരുഭഗവാൻ എങ്ങനെയുള്ള ജാതകത്തിലും ഇദ്ദേഹത്തിൻ്റെ നല്ല നോട്ടം കൊണ്ട് ആ ജാതകന് പലവിധ നന്മകളെ വാരിക്കോരി കൊടുക്കുന്ന ഗ്രഹമാണ്. ഗുരുവും സൂര്യനും ചേർന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ആലോചനകൾ നിർദ്ദേശിക്കുന്നവരായിട്ടും സർക്കാരിൽ നിന്ന് പലവിധ സൗജന്യ സേവനങ്ങളും ലഭിക്കുന്നവരുമായിരിക്കും. ചൊവ്വയും ഗുരുവും ചേർന്നാൽ ശില്പങ്ങൾ നിർമ്മിക്കുന്നവരായിട്ടും വേദം മറ്റു ശാസ്ത്ര അറിവുകളുള്ളവരായിട്ടും ആകർഷകമായിട്ടുള്ള സംസാരശേഷിയും ബുദ്ധിമാന്മാരുമായിട്ടും ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിൽ സമർത്ഥന്മാരുമായിരിക്കും. ഗുരുശുക്രന്മാർ ഒരുമിച്ച് ചേർന്നാൽ വിദ്യാസമ്പന്നർ, എന്നാൽ വാഗ്വാദങ്ങളിൽ ശ്രേഷ്ഠർ. ധർമ്മമായ കാര്യങ്ങളെ സംരക്ഷിക്കും. നല്ല ഭാര്യയും സമ്പത്തുമുണ്ടാകും. ഗുരുവും ശനിയും കൂടെ ചേർന്നാൽ വീരനും ധൈര്യശാലിയും സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്നവരുമാകും. ഗുരുവും ചന്ദ്രനും സൂര്യനും ചേർന്നാൽ കൂടുതൽ ദേഷ്യമുള്ളവരും ദുഷിച്ച പ്രവൃത്തികളിൽ സമർത്ഥരും മറ്റുള്ളവരെ തന്നോട് അടുപ്പിക്കുവാൻ സാമർഥ്യമുള്ളവരായും വിദേശത്ത് ചെല്ലുവാൻ ആഗ്രഹമുള്ളവരായും ഭവിക്കും. ചന്ദ്രനും ചൊവ്വയും ഗുരുവും ചേർന്നാൽ മുറിവുള്ള ശരീരമുള്ളവർ പല സ്ത്രീകളുമായും കൂടുന്നവരുമായി ഭവിക്കും. ചന്ദ്രനും ബുധനും ഗുരുവും കൂടെ ചേർന്നാൽ ധനവാൻ, സാമർഥ്യമുള്ളവൻ, രോഗമില്ലാത്തവർ തുടങ്ങിയവരായിരിക്കും. ചൊവ്വ, ഗുരു, ശനി ഭരണാധികാരികൾക്ക് തുല്യമായവരായിട്ട് മാറും. ശരീരത്തിൽ എല്ല് മുറിവ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ശരീരമാറ്റത്തോട് കൂടിയവരായി ഭവിക്കും. ചൊവ്വയും ശുക്രനും ഗുരുവും കൂടെ ചേർന്നാൽ ഭരണാധികാരികൾക്ക് പ്രിയമുള്ളവർ, നല്ല സന്താന സൗഭാഗ്യമുള്ളവരായും തീരും. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ഗുരു എന്നീ 4 ഗ്രഹങ്ങൾ ചേർന്നാൽ ധനവാൻ, സ്ത്രീകൾക്ക് ഇഷ്ടമില്ലാത്തവർ, സൗന്ദര്യമുള്ളവർ, ന്യായമുള്ളവർ, ദുഃഖമില്ലാത്തവർ എന്നിവരാവും. സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ഗുരുവും കൂടെ ചേർന്നാൽ സ്വർണ്ണപ്പണി അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്ന തൊഴിൽ ചെയ്യുന്നവർ, ശില്പങ്ങൾ നിർമ്മിക്കുന്നവർ എന്നിവരായി തീരും. സൂര്യൻ, ചന്ദ്രൻ, ശനി, ഗുരു എന്നിവർ ചേർന്നാൽ സ്ത്രീകളെപ്പോലെ പ്രവൃത്തിയുള്ളവർ, ശരീരബലമില്ലാത്തവരായി ഭവിക്കും. സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ഗുരു എന്നിവ ചേർന്നാൽ വനങ്ങൾ, മൃഗങ്ങൾ, വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലങ്ങളിൽ അടുപ്പത്തോടു കൂടിയവരായി ഭവിക്കും. സൂര്യൻ, ചൊവ്വ, ബുധൻ, ഗുരു എന്നിവർ ചേർന്നാൽ വീരൻ, ശാസ്ത്രങ്ങളും സൂത്രങ്ങളും നിർമ്മിക്കുന്നവർ, സമ്പത്തും ഭാര്യയുമില്ലാത്തവർ, അതിയായ ദുഃഖമുള്ളവരായും ഭവിക്കും. ചന്ദ്രൻ, ഗുരു, ശുക്രൻ, ശനി എന്നിവർ ചേർന്നാൽ അമ്മയെ നഷ്ടപ്പെട്ടവർ, ത്വക്ക് രോഗമുണ്ടാകുന്നവർ, അതിയായ ദുഃഖം, അലച്ചിൽ എന്നിവ ഉള്ളവരായി തീരും. ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ എന്നിവർ ചേർന്നാൽ സ്ത്രീകളുമായി കലഹിക്കുന്നവർ, സമ്പന്നർ, ജനങ്ങളാൽ പ്രശംസിക്കുന്നവർ, സൽസ്വഭാവമുള്ളവരായി തീരും. ചൊവ്വ, ബുധൻ, ഗുരു, ശനി എന്നിവ ചേർന്നാൽ ധീരൻ, കലാപരമായ കഴിവുള്ളവൻ, വാക്സാമർഥ്യമുള്ളവൻ, സമ്പത്തില്ലാത്തവനായും ഭവിക്കും. ചൊവ്വ, ശുക്രൻ, ശനി, ഗുരു എന്നിവർ ചേർന്നാൽ പ്രസിദ്ധമായവർ, ധനവാൻ, സ്ത്രീകളോട് ആധിപത്യം കാണിക്കുന്നവർ, വ്യത്യസ്ത പ്രവൃത്തികൾ ചെയ്യുന്നവരായി ഭവിക്കും. ബുധൻ, ശുക്രൻ, ശനി, ഗുരു എന്നിവർ ചേർന്നാൽ സ്ത്രീകളോട് സ്നേഹമുള്ളവർ, അനുസരിക്കുന്ന പണിക്കാരുള്ളവർ, ബലികർമ്മം പോലുള്ള ചടങ്ങുകൾ വീട്ടിൽ നടക്കും, ഊണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു എന്നീ 5 ഗ്രഹങ്ങൾ ചേർന്നാൽ ദുഃഖത്തോടു കൂടിയവരും അധികമായി പണിയെടുക്കുന്നവരും ഭാര്യയിൽ നിന്ന് അകന്നു കഴിയുന്നവരുമാകും. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ശനി, ഗുരു എന്നീ 5 ഗ്രഹങ്ങൾ ചേർന്നാൽ യുദ്ധതന്ത്രങ്ങൾ അറിഞ്ഞവരും എല്ലാ പ്രവൃത്തികളിലും സമർത്ഥരുമായി ഭവിക്കും. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ശുക്രൻ, ഗുരു എന്നീ 5 ഗ്രഹങ്ങൾ ചേർന്നാൽ
ജന്മനാ കാഴ്ചയില്ലാത്തവരും അധിക ദുഃഖമുള്ളവരും രക്ഷകർത്താക്കളാൽ സംരക്ഷിക്കപ്പെടാത്തവരുമായിരിക്കും. സൂര്യൻ, ചൊവ്വ, ശുക്രൻ, ഗുരു എന്നിവർ ചേർന്നാൽ എല്ലാ സമ്പത്തുകളും നിറഞ്ഞവരും ലോകജനങ്ങളാൽ പ്രശംസിക്കപ്പെടുന്നവരുമായിരിക്കും. സൂര്യൻ, ബുധൻ, ഗുരു, ശുക്രൻ എന്നിവർ ചേർന്നാൽ സമ്പന്നരും പലതരത്തിലുള്ള സുഖങ്ങളെ അനുഭവിക്കുന്നവരും പല കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുമായിരിക്കും. സൂര്യൻ, ബുധൻ, ശനി, ഗുരു എന്നിവർ ചേർന്നാൽ അത്യാഗ്രഹമുള്ളവരും കവിപ്രധാനി തൊഴിലുകളുടെ നേതാവായിട്ടും ഭവിക്കും. ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു എന്നിവ ചേർന്നാൽ എല്ലാ ശാസ്ത്രങ്ങളിലും പണ്ഡിതനും മന്ത്രം, മായാജാലങ്ങൾ എന്നിവയിൽ പ്രഗത്ഭരുമായി ഭവിക്കുന്നതാണ്. ഇനി സൂര്യനും ചന്ദ്രനും ബുധനും ഗുരുവും ശനിയും കൂടെയാണ് ചേർന്ന് നിൽക്കുന്നെങ്കിൽ വിജയമുള്ളവരും സ്നേഹം കിട്ടിയവരും വെറിയുള്ളവരും ദുഷ്ടന്മാരുമായിരിക്കും. സൂര്യൻ, ചന്ദ്രൻ, ശുക്രൻ, ശനി, ഗുരു എന്നിവർ ഒരുമിച്ച് ചേർന്നാൽ സാമർഥ്യമായി സംസാരിക്കുന്നവരും മായാജാലങ്ങളിൽ പ്രസിദ്ധരുമായിത്തീരും. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, ഗുരു എന്നിവർ ചേർന്നാൽ ഇന്ദ്രിയ സുഖങ്ങൾ ആഗ്രഹമുള്ളവരും അധികമായ കുതിരകളും സേവകരുമുള്ളവരായി ഭവിക്കും. സൂര്യൻ, ചൊവ്വ, ബുധൻ, ശനി, ഗുരു എന്നിവർ ചേർന്നാൽ എപ്പോഴും ദുഃഖത്തോടുകൂടി ഇരിക്കുന്നവരും വീട് വിടാന്തരം ഭിക്ഷയെടുത്ത് ജീവിക്കുന്നവരുമായിരിക്കും. സൂര്യൻ, ചൊവ്വ, ഗുരു, ശുക്രൻ, ശനി എന്നിവർ ചേർന്നാൽ വെള്ളം കൊണ്ട് പ്രവർത്തിക്കുന്ന യന്ത്രം നിർമ്മിക്കുന്നതിൽ ശ്രേഷ്ഠരായും കെമിക്കൽ സാധനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നവരായും പുതിയ മരുന്നുകളെ കണ്ടുപിടിക്കുന്നവരായും ഭവിക്കും. സൂര്യൻ, ബുധൻ, ശുക്രൻ, ശനി, ഗുരു എന്നിവർ ചേർന്നാൽ പല ശാസ്ത്രങ്ങളും പഠിച്ചവരും സമ്പന്നരും ദയവുള്ളവരുമായിരിക്കും. ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, ഗുരു എന്നിവർ ചേർന്നാൽ പണവും സൗന്ദര്യവുമുള്ളവരും എല്ലാവിധത്തിലുള്ള അറിവും സമ്പത്തും സത്യവുമുള്ളവരായി ഭവിക്കും. ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശനി, ഗുരു എന്നിവർ ചേർന്നാൽ രാത്രി കാഴ്ചയില്ലാത്തവരും ആഹാരത്തിനായി മറ്റുള്ളവരെ കാത്തിരിക്കുന്നവരുമായിരിക്കും. ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ശനി, ഗുരു എന്നിവർ ചേർന്നാൽ നല്ല ഹൃദയമുള്ളവരും. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ എന്നീ 6 ഗ്രഹങ്ങൾ ചേർന്നാൽ വിദ്യാസമ്പന്നനും സൽസ്വഭാവമുള്ളവരും ധനവാനും പല ഭാഷകൾ അറിയുന്നവനുമായിരിക്കും. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശനി, ഗുരു എന്നീ 6 ഗ്രഹങ്ങൾ ചേർന്നാൽ മോഷ്ടാവും പല സ്ത്രീകളുമായി കൂടുന്നവരും കുഷ്ഠരോഗിയുമായിരിക്കും. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ശുക്രൻ, ശനി, ഗുരു എന്നീ 6 ഗ്രഹങ്ങൾ ചേർന്നാൽ സാധാരണ മനുഷ്യർ മറ്റുള്ളവരുടെ പണികൾ ചെയ്യുന്നവർ എല്ല് സംബന്ധമായ രോഗങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടവരുമായിരിക്കും. ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ, ശനി, ഗുരു എന്നീ 6 ഗ്രഹങ്ങൾ ചേർന്നാൽ പുണ്യസ്ഥലങ്ങൾ ഗംഗ, കാശി എന്നിവയിൽ സ്ഥാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ, സമ്പത്ത്, സന്താനഭാഗ്യം എന്നിവ രണ്ടുമില്ലാത്തവർ വനങ്ങളിലും മലകളിലും വാഴുന്നവരുമായി ഭവിക്കും. ദിവസവും ജപിക്കേണ്ട മന്ത്രം. ഗുരുവിൻ്റെ പ്രീതിക്കായി ഈ മന്ത്രമാണ് ദിവസവും ജപിക്കേണ്ടത്. വൃഷഭധ്വജായ വിദ്മഹേ കൃണിഹസ്തായ ധീമഹി തന്നോ ഗുരു പ്രചോദയാത്. ഗുരുനാമം ജപിച്ച് ജീവിതത്തിൽ ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ജ്ഞാനം ലഭിച്ച് നന്മയുള്ള ജീവിതം നയിക്കാം. ഓം ഗുരുവേ നമഃ. തുടർന്നും ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം.